ഒരു കുട്ടൻ നിറയെ ചെറി. ചെറി എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഒരു പഴത്തിന് കരണ്ടിപ്പഴം, കാരയ്ക്ക, കരോണ്ട എന്നൊക്കെ പേരുണ്ടെന്നറിയുന്നത് ഈ അടുത്തിടെയാണ്. അച്ചാറിടാൻ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതുവരെ ഇത് ഷുഗർ സിറപ്പിലിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായ കായ്കൾ പറിച്ചതിന് ശേഷം ചില്ലകളൊക്കെ കട്ട് ചെയ്ത് വിട്ടതുകൊണ്ട് ഇത്തവണ കഴിഞ്ഞതിനേക്കാൾ ഏറെ കായ്കൾ ഉണ്ടാവുകയും ചെയ്തു. നിറയെ മുള്ളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് പറിച്ചെടുക്കുന്നതും കുറച്ചു പാടാണ്. പാകമായത് പറിച്ചെടുക്കുമ്പോൾ കൂടെ പച്ചയും കൂടെ വീഴാനുള്ള സാധ്യതയുമുണ്ട്. കൈ എത്തുന്നിടത്തു നിന്നും അലക്കുകല്ലിൻ്റെ മുകളിൽ കയറിയും ബാക്കിയൊക്കെ തോട്ടി കൊണ്ടും പൊട്ടിച്ച് ഒരു കൊട്ട നിറയെ ചെറിപ്പഴം പറിച്ചു. നിലത്ത് വീണതുകൊണ്ട് തന്നെ ആദ്യം പച്ചവെള്ളത്തിൽ എല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പ്. കഴുകിയെടുത്ത ഓരോ ചെറിയും നടുകെ മുറിച്ച് അതിൻ്റെ ഉള്ളിലെ കുരു നീക്കം ചെയ്യണം. കുരു മാറ്റിയിട്ടില്ലെങ്കിൽ ഷുഗർ സിറപ്പിൽ ഇടുന്ന സമയം ഇതിനൊരു കയ്പ്പ് രസമായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഉള്ളിലെ കുരു മാറ്റുന്നത്. ചെറിയുടെ കുരു കളയുന്ന സമയത്ത് തന്നെ കുറച്ച് ചുണ്ണാമ്പ് വെള്ളത്തിൽ കലക്കി തെളിയാൻ വേണ്ടി വെക്കണം. ഈ തെളിഞ്ഞു വന്ന വെള്ളത്തിലാണ് കുരു കളഞ്ഞ ചെറി കഴുകിയെടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ അതിനുള്ളിലെ കറ പോകൂ. വീട്ടിലെ ആവശ്യത്തിനായതുകൊണ്ട് തന്നെ നെടുകെ കീറി കുരു കളയുന്ന സമയത്ത് ചെറി രണ്ടായി കീറിപ്പോയാലൊന്നും ഒരു പ്രശ്നവുമില്ല. കുരു കളഞ്ഞെടുത്തതിന് ശേഷം ചുണ്ണാമ്പ് വെള്ളത്തിൽ അരമണിക്കൂർ മുക്കി വെച്ച് കഴുകിയെടുക്കണം. വീണ്ടും തെളിഞ്ഞ വെള്ളത്തിൽ ഒന്നും കൂടി കഴുകി വെള്ളം തോരാൻ വേണ്ടി വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഇത് ഏകദേശം 3 കിലോയോളം ചെറി ഉള്ളത് കൊണ്ട് തന്നെ 3-3.5 കിലോയോളം തന്നെ പഞ്ചസാരയും വേണ്ടിവരും. 3.5 കിലോ പഞ്ചസാരയ്ക്ക് 1 ലിറ്ററിനകത്ത് വെള്ളവും ചേർത്ത് ഷുഗർ സിറപ്പ് ആക്കണം. ഷുഗർ സിറപ്പ് ഒരു നൂൽ പരുവമാകുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ചെറി ചേർത്ത് ഇളക്കിയെടുക്കണം. ഒരു ദിവസം ഇങ്ങനെ തന്നെ ഷുഗർ സിറപ്പ് ചെറിയിട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഷുഗർ സിറപ്പിൽ നിന്നും ചെറി മാറ്റാം. എന്നിട്ട് ഷുഗർ സിറപ്പിൻ്റെ മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടി മധുരം ചേർത്ത് ഒന്നുകൂടി തിളപ്പിച്ചതിന് ശേഷം വീണ്ടും ചെറി ഇതിലേക്ക് ചേർത്ത് മൂടി വയ്ക്കാം. 2 ദിവസം ഇടവിട്ട് ഇതേ പ്രോസസ്സ് വീണ്ടും തുടരാം. പിന്നീട് ഇത് ഷുഗർ സിറപ്പോട് കൂടെയോ ഷുഗർ സിറപ്പ് ഇല്ലാതെയോ കുപ്പികളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഈ ഷുഗർ സിറപ്പ് ജ്യൂസ് ഉണ്ടാക്കാനോ കേക്ക് ഉണ്ടാക്കാനോ ഒക്കെ അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.